5 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠിതനായി നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറക്കും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീരാമ ഭഗവാനെ ദർശിക്കാൻ അയോധ്യ നഗരിയിലെങ്ങും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഗൗതം ചേരുന്നു. ഗൗതം, ആവേശം ഇങ്ങനെ അലകടലായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ പരകോടിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠ നടന്നു. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി അയോധ്യയിലെ രാംകി പേടിയിലും ഇപ്പോൾ രാമജ്യോതി രാമഭക്തർ തെളിയിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് രാംകി പേടിയിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, സരയൂ നദിയുടെ കൈവഴിയാണ് ഈ ഒഴുകുന്നത്. ഇതിൻ്റെ മറുകരയിലായി ആയിരക്കണക്കിന് മൺചിരാതുകൾ നിരത്തി ദീപാവലിക്ക് സമാനമായ രീതിയിലുള്ള അന്തരീക്ഷം അത് രാംകി പേടിയിൽ രൂപപ്പെടുന്നു. സാധാരണ ദീപാവലി ദിനത്തിലാണ് ഇത്തരത്തിൽ മൺചിരാതുകൾ, ലക്ഷക്കണക്കിന് മൺചിരാതുകൾ രാംകി പേടിയുടെ ഇരുകരകളിലുമായി രാമഭക്തർ തെളിയിക്കാറുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം, രാംലല്ലയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ അത് ഒരു ദീപാവലിക്ക് സമാനമായ രീതിയിൽ ഭാരതമെമ്പാടും ആഘോഷിക്കണം എന്നുള്ളതാണ്. അതിനാൽ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇപ്പോൾ രാമജ്യോതി തെളിയിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമജ്യോതി തെളിയിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ നേരെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അയോധ്യയിലും സന്ധ്യയാണ്. ഈ സമയത്ത് ഒരു ഭാഗത്ത് സരയൂ ആരതി നടക്കാൻ പോകുന്നു. ഒപ്പം സരയൂ ആരതി നടക്കുന്നത് പ്രധാന ഘാട്ടുകളിലാണ്. അതായത് ഈ കാണുന്നത് സരയൂവിൻ്റെ കൈവഴിയാണ്. ഇവിടെയാണ് രാംകി പേടി ഉള്ളത്. രാംകി പേടിയിലാണ് ദീപാവലി ആഘോഷങ്ങൾ നടക്കാറുള്ളത്. സരയൂ ആരതി നടക്കുന്നത് സരയൂ നദിയുടെ തീരത്ത് തന്നെയാണ്. അതിനാൽ രണ്ടും രണ്ട് സ്ഥലമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ദീപമഹോത്സവം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വലിയ ആഘോഷം അയോധ്യയിലെങ്ങും നടക്കുകയാണ്. ഇന്നലെയും ചോട്ടാ ദീപാവലി പോലെ ഇന്നലത്തെ ദിനവും വളരെ വിപുലമായ ആഘോഷങ്ങൾ അയോധ്യയിലെങ്ങും നടന്നിരുന്നു. ഇന്നിപ്പോൾ ബഡാ ദീപാവലിയാണ്. കാരണം രാംലല്ല അയോധ്യയിലേക്ക് തിരിച്ച് എത്തിയിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി യജമാന സ്ഥാനം വഹിച്ചുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. 12:29 84 സെക്കൻഡിൽ ആ മഹത്തായ ചടങ്ങ് നടന്നിരിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ചടങ്ങ് അയോധ്യയിലെ ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് കുബേർത്തിലയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. കുബേർത്തിലയിലെ പുതിയ ശിവക്ഷേത്രം, അതോടൊപ്പം തന്നെ അവിടുത്തെ ഗരുഡന്റെ പ്രതിമ, അങ്ങനെ അതെല്ലാം നേരിൽ കണ്ട് അയോധ്യയിലെ മുഴുവൻ വിശേഷങ്ങളും അറിഞ്ഞ് സന്യാസി ശ്രേഷ്ഠന്മാരുമായി ഒക്കെ ചർച്ച നടത്തിയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ ചടങ്ങിൻ്റെ ഭാഗമായി എത്തുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രാംകി പേടിയിൽ ഇപ്പോൾ ദീപാവലി ആഘോഷം പോലെ അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. രാമജ്യോതി ഭാരതത്തിലെമ്പാടും തെളിയുമ്പോൾ ശ്രീരാമ ജന്മഭൂമിയിലും ഇപ്പോൾ രാമജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്. രോഹിണി, ഗൗതം, അതോടൊപ്പം വൈകുന്നേരം ഉത്സവലഹരിയിൽ തന്നെയാണ് അയോധ്യ നഗരം. ധാരാളം ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട്. കലാപരിപാടികൾ ഇനിയും തുടർന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുമോ? ഇന്ന് രാത്രി മുഴുവൻ ശ്രീരാമൻ സാമ്രാജ്യം വീണ്ടെടുത്തതിൻ്റെ ആഘോഷലഹരിയിൽ തന്നെ ആയിരിക്കുമോ? രോഹിണി, അങ്ങനെ തന്നെയാണ്. വലിയ ആഘോഷം അയോധ്യയിലെങ്ങും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അയോധ്യ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ്. കാരണം ഒരു 500 വർഷം ആയി അയോധ്യ കാത്തു നിൽക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തേത്. രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം എന്നത് ഓരോ അയോധ്യ നിവാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. അതിപ്പോൾ സഫലമായിരിക്കുന്നു. അതിനാലാണ് ഈ രീതിയിലുള്ള ആഘോഷം നടക്കുന്നത്. ഈ രാംകി പേടിയുടെ ദീപാവലി ദിനത്തിൽ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. അതായത് ലക്ഷക്കണക്കിന് ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ഒരു സ്ഥലം കൂടിയാണ് രാംകി പേടി. കഴിഞ്ഞ ദീപാവലിക്ക് 3.5 ലക്ഷം മൺചിരാതുകളാണ് ദീപാവലി ദിനത്തിൽ ഈ സരയൂവിൻ്റെ കൈവഴിയായിട്ടുള്ള രാംകി പേടിയിൽ തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് മൺചിരാതുകൾ തെളിയിച്ചുകൊണ്ട് ഈ രാംലല്ലയുടെ പുനഃപ്രതിഷ്ഠ ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികൾ. ഒപ്പം രോഹിണി സൂചിപ്പിച്ചതുപോലെ തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹവും ഇപ്പോൾ അയോധ്യയിലേക്ക് ആരംഭിക്കുന്നുണ്ട്. കാരണം നിയന്ത്രണങ്ങൾ ചെറിയ തോതിൽ ഇനിയും എടുത്തു മാറ്റും. നാളെ കാലത്ത്
രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിന്റെ നട തുറന്നു കഴിഞ്ഞാൽ സാധാരണ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസമായി രാമജന്മഭൂമിയിലേക്ക് സാധാരണ ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് പ്രാണപ്രതിഷ്ഠയായിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിഗ്രഹത്തെ പ്രാണൻ ആവാഹിക്കുന്ന രീതിയിൽ സജ്ജമാക്കാൻ വേണ്ട നിരവധി പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. അത്തരം വിശേഷാൽ പൂജകൾ നടക്കുന്നതിനാൽ ആർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ദിനവുമാണ്. അതിനാൽ സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞ 3 ദിവസമായി രാമജന്മഭൂമിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം പുനഃസ്ഥാപിച്ച ശേഷം ഇതാദ്യമായി നാളെ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കും. അതിനാൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രാമഭക്തർ അയോധ്യ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. കാരണം അയോധ്യയിൽ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിൽക്കണം, ഈ നഗരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ഉണ്ടാകുക എന്നത് ഏതൊരു ഹിന്ദുമത വിശ്വാസിയുടെയും ഏതൊരു രാമഭക്തന്റെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. പക്ഷേ കടുത്ത നിയന്ത്രണങ്ങളും സുരക്ഷാ കാരണങ്ങളാലും എല്ലാ ജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വലിയ സ്ക്രീനുകൾ ഹൈന്ദവ സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീനിലൂടെയാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയും എല്ലാം ഭാരതത്തിന്റെ പൊതുസമൂഹം കേട്ടത്. എന്തായാലും ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി അയോധ്യയിലേക്ക് രാമഭക്തരുടെ ഒരു വലിയ പ്രവാഹമായിരിക്കും വരും ദിവസങ്ങളിൽ. രോഹിണി. ശരി, അയോധ്യയിൽ നിന്ന് ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യമെമ്പാടും രാമജ്യോതി തെളിയിക്കുകയാണ്. നമുക്ക്